നമസ്കാരം, മെട്രോ മാറ്റ്നിയിലേക്ക് സ്വാഗതം. അർബുദം ബാധിച്ച ചികിത്സയിലാണ് രേണു സുധി ഇപ്പോൾ. ആദ്യ കീമോ അടുത്തിടെയായിരുന്നു കഴിഞ്ഞത്. അതിനുശേഷം ഛർദ്ദിച്ച് അവശയായ രേണുവിനെ ICUയിലേക്ക് മാറ്റിയെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കീമോയ്ക്ക് ശേഷം ശരീരം ആസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവപ്പെടുകയായിരുന്നുവെന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് രേണുവെന്നും പറഞ്ഞിരുന്നു. താരത്തിന് അർബുദം സ്ഥിരീകരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നാനാഭാഗത്തു നിന്നുമായി അറിയുന്നവരും അറിയാത്തവരും എല്ലാം രേണുവിനെ നേരിട്ട് കാണാനായി എത്തുകയും വിളിച്ച സുഖവിവരങ്ങൾ തിരക്കുകയും സാമ്പത്തികമായ ചിലരെല്ലാം സഹായിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും വിവരങ്ങൾ തിരക്കുവാനും സ്നേഹിക്കുവാനും ചുറ്റുമുണ്ടെങ്കിലും രേണുവിനെ ഒരു സങ്കടം മാത്രം അലട്ടുകയുണ്ടായി. തന്റെ വളർത്തുമകനായ കിച്ചു ഇതുവരെയും തന്നെ കാണുവാനോ വിളിക്കുവാനോ ചെയ്തിട്ടില്ല എന്ന സങ്കടമായിരുന്നു അത്. രേണുവിന്റെ സങ്കടം ഇങ്ങനെയെല്ലാമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പങ്കിട്ട വ്ലോഗിൽ രേണു വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയിരുന്നൊരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാകാൻ വേണ്ടി പറഞ്ഞതല്ല. അവനോട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ക്ഷമിക്കുക, ആരും ഇത് വിവാദമാക്കരുത്. എന്റെ ഋതപ്പനെ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് കിച്ചു വന്നു എന്ന് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. വന്നു എന്നത് വ്യാജ വാർത്തയായിരുന്നു. എന്തോ ആകട്ടെ, കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണെങ്കിലും ആഗ്രഹം കാണില്ലേ? എത്രയോ പേർ ഇവിടെയൊക്കെ വന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നു. ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് കരുതി മാസ്ക് ഒക്കെ വെച്ച് വാതിൽക്കൽ വന്ന് കണ്ടിട്ട് പോകുന്നവരുമുണ്ട്. ഒത്തിരി കൈത്താങ്ങുകളും ലഭിക്കുന്നുണ്ട്. ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്നും രേണു പറയുന്നുണ്ട്. എന്റെ ചേച്ചി, ചേട്ടൻ, അമ്മ, പപ്പ ഞാനൊന്ന് കരയുമ്പോൾ അവർ ഓടി വരും. ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. ആർക്കും ഈ രോഗം വരരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുമായിരുന്നു രേണു സുധി പറഞ്ഞത്. രേണുവിന്റെ ഈ വീഡിയോ കൂടി വന്നതോടെ കിച്ചുവിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ എല്ലാം നിറയുന്നത് രേണു ആരാധകരുടെ വിമർശനങ്ങളും ശകാരവും ഉപദേശവും എല്ലാമാണ്. ഇപ്പോഴിതാ വിമർശനങ്ങൾ പെരുകിയത് കൊണ്ടാണോ എന്തോ രേണുവിനെ കാണാൻ പോകുന്നു എന്ന സൂചന നൽകുന്ന തരത്തിൽ ഒരു വീഡിയോ കിച്ചു പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാമെന്നാണ് പുതിയ റീലിലൂടെ കിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്ത ശേഷം കിച്ചു രേണുവിനെ കാണാൻ പോകുന്നത് ശരിയല്ലെന്നും റീച്ചിന് വേണ്ടി ചെയ്തതുപോലെ തോന്നിയെന്നുമാണ് ഏറെ പേരും പ്രതികരിക്കുന്നത്. ഇതും പറഞ്ഞിട്ട് നീ എന്തിനാണ് പോകുന്നേ? ഇതിലും നല്ലത് പോകാത്തതല്ലേ? അവരുടെ ഈ അവസ്ഥയിൽ നീ സന്തോഷിക്കുകയാണോ? അസുഖം ആർക്കും വരാം, നിനക്കും എനിക്കും ആർക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. ശത്രുവാണെങ്കിൽ പോലും രോഗം വന്ന് കിടക്കുമ്പോൾ അവർക്ക് ചെയ്തതോ പറഞ്ഞതോ ഓർത്ത് പ്രതികാരത്തിന് നിൽക്കരുത്. ആരുടെയും വിഷമം മാറ്റാൻ വേണ്ടി മാത്രം പോകേണ്ട കാര്യമില്ല. നിന്നെ വളർത്തി ഇത്രയും ആക്കിയത് അവളല്ലേ? നിന്റെ നല്ല മനസ്സോടെ പോയാൽ മതി. ആരുടെയും പരാതി തീർക്കാൻ വേണ്ടി പോകേണ്ട എന്നിങ്ങനെ നീളുന്നു കമന്റുകളെല്ലാം. അതേസമയം കിച്ചു ഉദ്ദേശിച്ചത് രേണുവിനെ തന്നെയാണോ എന്നതിലും വ്യക്തതയില്ല. അതോ ഏതെങ്കിലും പ്രമോഷന്റെ ഭാഗമായി മറ്റേതെങ്കിലും ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്നതും വ്യക്തതയല്ല. അതേസമയം ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മക്കൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന പ്രതികരണവുമായി ഷെഫീന ബീബിയും രംഗത്ത് എത്തിയിരുന്നു. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചും കിട്ടുകയുള്ളൂ എന്നുമായിരുന്നു ഷെഫീന ബീബി പ്രതികരിച്ചത്. പുതിയ വ്ലോഗിലൂടെയായിരുന്നു അവർ കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചത്. വാശിയും വൈരാഗ്യവും കാണിക്കാതെ സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. താൻ മഹാസംഭവമാണെന്നും കുഞ്ഞ് തന്റെ അടുക്കിലേക്ക് വരണമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് മന്ദബുദ്ധിതരമാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ ഫേമിൽ വളർന്നു വന്നതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ആ കുട്ടിയെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കത്തില്ല. കമന്റുകൾ കണ്ടപ്പോൾ സമാധാനമായി. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങളാണ് കണ്ടത്. കാരണം കിച്ചുവിനെ ആക്രമിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഒരാൾ വയ്യാതിരിക്കുമ്പോൾ അയാളുടെ അസുഖം ഭേദമാകുമെന്ന് കരുതി മറ്റൊരാളെ ആക്രമിക്കുന്നത് മണ്ടത്തരമാണ്. അവരുടെ ബോഡി കണ്ടീഷൻ കൊണ്ടാണ് അസുഖം വന്നിരിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അവര് മകനായി കൺസിഡർ ചെയ്യുന്ന കുട്ടിയെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അത് ഇട്ടുകൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നും ഷെഫീന പറയുന്നുണ്ട്. അത് ബോറ് പരിപാടിയാണ്. കിച്ചു മുന്നേറുകയാണ് ചെയ്യേണ്ടത്. അതിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. മക്കളോട് സ്നേഹവും കരുതലുമുള്ള ഒരാളും ഈ ഒരു കാര്യം പറഞ്ഞിരിക്കത്തില്ല.
ഇതിനകത്തുള്ളൊരു വീഴ്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുമ്പോൾ മറ്റൊരു നിറേഷനാണ് വരിക. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന അസുഖമാണ് അവരുടേത്. ഭയങ്കര പെയിൻഫുള്ളാണ്. ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പ്രസവിച്ച അമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മക്കളെ പോയി കിച്ചു കണ്ടിരുന്നു. അവരെ കാണാൻ പോകുന്നതോ അതിന്റെ വീഡിയോകളോ ഒന്നും തന്നെ അവൻ പബ്ലിഷ് ചെയ്തിട്ടുമില്ല. ഈ കുട്ടിയോടുമാണ് അവൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. രേണുവുമായി പ്രശ്നത്തിലായിരുന്നപ്പോഴും അവൻ ഋതപ്പനെ കാണാനായിട്ട് വന്നിരുന്നു. ഇങ്ങനെയുള്ള അവനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇട്ട് കളിയാക്കുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ലെന്നും ഷെഫീന പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അവനുമായി അങ്ങനെ കോണ്ടാക്ട് ഇല്ല. മുറിപ്പാടുകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൽ ഈഗോ നോക്കിയിരിക്കേണ്ട കാര്യമില്ലെന്നേ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു. ഇപ്പോൾ കിച്ചുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് അഭിപ്രായം പറയുന്നത്. താല്പര്യമില്ല എന്ന ഒറ്റ കാരണമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞായിരുന്നു ഷെഫീന സംസാരം അവസാനിപ്പിച്ചത്. ഇത്രയും വയ്യാതിരുന്നിട്ടും അവൻ പോയില്ല എങ്കിൽ അവന്റെ മനസ്സ് അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നും അവന്റെ ആത്മാഭിമാനമുള്ള കുട്ടിയാണ് അവനെന്നും പല കമന്റുകളും വരുന്നുണ്ട്. മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഒരിക്കലും സ്വന്തം മക്കളുടെ ഇടയിലേക്ക് ദ്രോഹിക്കാൻ ഇട്ടുകൊടുക്കാൻ മനസ്സ് വരില്ല. മറ്റുള്ളവരെ കാണിക്കാനല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. താങ്കൾ പറയുന്നത് 100% ശരിയാണ് എന്നുമായിരുന്നു കമന്റുകളെല്ലാം. അതേസമയം തന്നെ കിച്ചുവിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.